പെട്ടെന്ന് ഓപ്പോസിഷൻ വക്കീൽ പറയും ഇയാൾ പറയുന്നിടത്തൊന്നും ഇന്ത്യ മൊത്തം പിടിച്ചിട്ട് അകത്തിരുന്നത് ആ സിനിമ ഇറങ്ങിയിട്ട് 20 കൊല്ലമായി ഇന്നും സിറ്റുവേഷൻ മാറിയില്ല എന്ന് മറ്റൊരു ചോദ്യമാണ്. അതെന്ത് പരിപാടിയാണെന്നാണ് പുള്ളി ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നതിനിപ്പോൾ ഒറ്റ പേരെ കേൾക്കാനുള്ളൂ, ഓപ്പറേഷൻ നുംകൂർ. ഇതെന്താണെന്ന് എനിക്ക് കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങനെ ന്യൂസ് നോക്കുന്ന സമയത്ത് ദുൽഖറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, വണ്ടികൾ പിടിച്ചുകൊണ്ട് പോകുന്നു, പൃഥ്വിരാജിൻ്റെ അടുത്ത് വണ്ടികൾ പിടിച്ചുകൊണ്ട് പോകുന്നു, അമിത് ചക്കാലകളുടെ അടുത്ത് വണ്ടികൾ പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ പൃഥ്വിരാജും ദുൽഖറും വല്ലാണ്ട് റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ അമിത് ചക്കാലകൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് കേട്ടു നോക്കി എന്താ സംഭവം. ആദ്യം ഓപ്പറേഷൻ നുംകൂർ എന്താ അറിയണ്ടേ? അപ്പോൾ നുംകൂർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഭൂട്ടാനീസ് പദമാണത്. ഭൂട്ടാനീസിൽ വണ്ടി എന്നാണ് അതിനർത്ഥം. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഓപ്പറേഷൻ നുംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുമായിട്ട് സംബന്ധിച്ചുള്ളൊരു കാര്യമായിരിക്കാം. പിന്നെ ഈ സിനിമാക്കാരെ പെട്ടെന്ന് എന്തുകൊണ്ട് എയിം ചെയ്യുന്നുള്ള സാധനം കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒന്ന് അവരൊരു സോഫ്റ്റ് ടാർഗറ്റാണ്. പിന്നെ പണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരാണെന്നുള്ളൊരു സാധനം ജനങ്ങളുടെ മൈൻഡിൽ സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ അവരെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ടുള്ളൊരു വൈഡ് റീച്ച് കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം വിചാരിച്ചിട്ടായി ഫസ്റ്റ് അവരുടെ പോയിട്ടുണ്ടാവും, നമുക്കതറിയില്ല. എന്നിരുന്നാലും ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് എന്താണ് എൻ്റെ അടിസ്ഥാനമുള്ളത് പലർക്കും അറിയില്ല. എനിക്ക് സ്വാഭാവികമായിട്ട് അറിയില്ലായിരുന്നു. ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് ടാക്സ് വെട്ടിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി കടത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾ ഇവിടെ വിൽക്കുകയും അത് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അത് എങ്ങനെ അതിനെ സോൾവ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ നുംകൂർ വന്നിട്ടുള്ളത്. ഇതിൽ അമിത് ചക്കാലകൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പുള്ളിയുടെ പേരിൽ ഒരുപാട് വണ്ടികൾ, നമ്മൾ തന്നെ വിചാരിക്കും ഇയാൾ ഇത്ര റിച്ചാണോ, ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ. കാരണം കുറേ കമൻസ് അങ്ങനെ വരുന്നുണ്ടേ. പക്ഷേ അദ്ദേഹം തന്നൊരു റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പേരിൽ ഒരേ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കി വണ്ടികളെല്ലാം തന്നെയും എന്തെങ്കിലും തരത്തിലുള്ള റിപ്പയറിംഗ് വർക്ക്സിനോ മറ്റിനോ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു യാർഡിലേക്ക് തൻ്റെ കെയർ ഓഫിൽ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ട് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഓണറോട് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നതാണ് ഇന്നയാളുടെ കെയർ ഓഫിൽ വണ്ടികൾ വന്നു. അപ്പോൾ ആ ഒരു പേരിലാണ് ഇത്രയും വണ്ടികൾ പുള്ളിയുടെ പേരിൽ വന്നിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഈവൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഒരു വണ്ടി, അതും അദ്ദേഹം പറയുന്നത് ഒരു 5 വർഷമായിട്ട് പ്രോപ്പർ എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വേർഷനാണ്. ഇത് ശരിയാണെങ്കിൽ സംഭവം കുറച്ച് കോമഡി ആയിട്ടുണ്ട്. പുള്ളി പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഇത്തരം വാഹനങ്ങളിൽ ഏകദേശം 3 വാഹനങ്ങൾ ഷോറൂമിൽ നിന്ന് തന്നെ ഇറക്കിയ വാഹനങ്ങളാണ്. അതിന് ഇൻവോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് പ്രശ്നമില്ല. എന്നാലും ഈ പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഷോറൂമിൽ നടക്കുന്ന വണ്ടികൾക്ക് വീണ്ടും ഇതിലുള്ള ടാക്സ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത്. അതൊരു വല്ലാത്തൊരു ബേജാറാണ് നമ്മുടെ സാധാരണക്കാർക്ക്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 10 ദിവസമാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വണ്ടികളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം. അപ്പോൾ അതാത് ഓണേഴ്സ് തന്നെയാണ് വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ വന്നാണെങ്കിലും ആ കറക്റ്റ് ഓണേഴ്സ് വരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും പുള്ളി പറയുന്ന വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഇതേ വണ്ടികൾക്ക് തന്നെ ഇതേപോലെ തന്നെ വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. ഇതാ കറക്റ്റ് ഏകദേശം 1 വർഷം കഴിഞ്ഞ സമയത്ത് പിന്നെ തന്നെ നടക്കുന്നു. സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് തോന്നുന്നത് ഇത് വള്ളിയാവുമെന്ന്. പക്ഷേ അത് സെയിം ടൈം അപ്പുറം നോക്കുന്ന സമയത്ത് രാജ്യസുരക്ഷ അല്ലെങ്കിൽ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതാണ് പ്രൈം, അതാണ് അൾട്ടിമേറ്റ്, അത് നമ്മൾ ബഹുമാനിക്കാൻ തന്നെ വേണം. പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാരുടെ മൈൻഡിലുണ്ടാവും. ഇതിൽ ഏറ്റവും അധികം റിയാക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ JSK ഡയറക്ടറായിട്ടുള്ള പ്രവീൺ നാരായണ. പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കസ്റ്റംസിനെയൊക്കെ വെട്ടിച്ച് ഭൂട്ടാനെന്നൊരു വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അതിവിടെ RTO രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ NOC മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് GST ടാക്സ് ഇൻഷുറൻസ് എല്ലാം അടച്ച് 5 വർഷത്തോളം ആ വണ്ടി ഇവിടെ ഉപയോഗിക്കുകയും ചെയ്ത് എന്നിട്ട് അത് പിടിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്, അതെന്ത് പരിപാടിയാണെന്നാണ് പുള്ളി ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ശ്വസിക്കുന്ന വായു അല്ലാതെ ബാക്കി എല്ലാത്തിനും നികുതി അടയ്ക്കുന്നത് കളിയാക്കിക്കൊണ്ട് പുള്ളി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വണ്ടി വാങ്ങുന്ന ആൾക്ക് മാത്രമാണോ പ്രശ്നം? ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഇത് എന്തുകൊണ്ട് ഇവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, ഇത് എങ്ങനെയാണ് വരുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആർക്കും കേസില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? ആ ചോദ്യം നമുക്കും എല്ലാവർക്കും പ്രസക്തമാണ്. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ അന്യൻ സിനിമയ്ക്ക് അതൊരു സീനുണ്ട്. അതായത് വിക്രത്തിൻ്റെ അനിയത്തി മരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കേസ് കോടതിയിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെടുമുടി വേണു ചോദിക്കും എന്താണ് ക്രൈം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും ആ സമയത്ത് വിളിച്ചിട്ട് എടുക്കാതെ ഫോൺ കട്ട് ചെയ്ത ലൈൻമാൻ, അതേപോലെ തന്നെ ആ റോഡ് അങ്ങനെ കുണ്ടും കുഴിയായിട്ട് പണിതിട്ടുള്ള കോൺട്രാക്ടർ, ഇവരെല്ലാവരും കുറ്റക്കാരാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാൻ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഓപ്പോസിഷൻ വക്കീൽ പറയും ഇയാൾ പറയുന്നിടത്തൊന്നും ഇന്ത്യ മൊത്തം പിടിച്ചിട്ട് അകത്തിരുന്ന് അങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. സംഭവം അത് പ്രാക്ടിക്കലല്ല. എന്നിരുന്നാലും ആ സിനിമ ഇറങ്ങിയിട്ട് 20 കൊല്ലമായി ഇന്നും സിറ്റുവേഷൻ മാറിയില്ല എന്ന് മറ്റൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ എപ്പോഴും ലാസ്റ്റ് അത് അനുഭവിക്കുന്ന സാധാരണക്കാരൻ മാത്രമാണ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, ഇന്നിപ്പോൾ സിനിമക്കാരെ വണ്ടി പിടിച്ച് അപ്പോൾ നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് ചെയ്താൽ അവൻ്റെ വണ്ടി പിടിച്ചു എൻ്റെ വണ്ടി പിടിച്ചു പിന്നെ എത്ര പൈസ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. നാളെ നമ്മുടെ വണ്ടി ആയിരിക്കും പിടിക്കുക. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചിരിച്ച് കളിക്കുന്ന ഒരു പരിപാടി ഒന്നും ആയിരിക്കില്ല അന്നേരം. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ലോ ആൻഡ് ഓർഡറൊക്കെ നോക്കുക, കറക്റ്റായിട്ട് വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ, ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ നോക്കി സമാധാനമായിട്ട് ചെക്ക് ചെയ്ത് മാത്രം വണ്ടി വാങ്ങുക. ഇല്ലെങ്കിൽ ഇതാണ് വള്ളി പിടിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.